തിരുവനന്തപുരം കൈമനം മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി പ്രത്യേക പൂജകൾ നടക്കുകയാണ്. ഇന്നും നാളെയുമാണ് പ്രതിഷ്ഠാ വാർഷികാഘോഷം. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, വാർഷികാഘോഷ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു, ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മാതാ അമൃതാനന്ദമയി മഠത്തിന് കീഴിലുള്ള കൈമനം ബ്രഹ്മസ്ഥാന ക്ഷേത്ര പ്രതിഷ്ഠ വാർഷിക ചടങ്ങുകൾക്കാണ് ഇന്നിപ്പോൾ തുടക്കമായിരിക്കുന്നത്. രാവിലെ തന്നെ വിശേഷാൽ പൂജകളോട് കൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നത്. പൂജകൾ ഇന്നും വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് സ്വാമി വിവേകാമൃതാനന്ദപുരിയാണ്. കോഴിക്കോട് മഠാധിപതി കൂടിയായിട്ടുള്ള സ്വാമി വിവേകാമൃതാനന്ദപുരി. നമസ്തേ സ്വാമി, ഇന്ന് എന്തൊക്കെ പൂജകളാണ് പ്രധാനമായും നടക്കുന്നത്? രാവിലെ ഗണപതി ബ്രഹ്മ കലശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. ഇന്നിനി എന്തൊക്കെ പൂജകളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്? നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഈ തിരുവനന്തപുരം കൈമനം ബ്രഹ്മസ്ഥാനത്തിൽ പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് രാവിലെ മുതലുള്ള പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ബ്രഹ്മകലശത്തോടു കൂടിയാണ് ആരംഭിച്ചത്. ഏതായാലും ഗണപതി ഹോമം അങ്ങനെയുള്ള പൂജകൾ നടന്നു. ഇനിയിപ്പോൾ അടുത്തത് രാഹുദോഷ നിവാരണ പൂജയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിനുശേഷം നാളെയാണ് ശനിദോഷ നിവാരണ പൂജ. അതും മെയിനായിട്ടുള്ളൊരു പൂജ, അതും വലിയ പ്രാധാന്യം കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിന് ശേഷമുള്ള പരിപാടികൾ എന്ന് പറഞ്ഞാൽ പ്രഭാഷണങ്ങളും ഭജനകളുണ്ടാവും. അതിനുശേഷം വീണ്ടും സത്സംഗങ്ങൾ വൈകുന്നേരം ഉണ്ടാവും. ചൊവ്വാദോഷ നിവാരണ പൂജ ഉണ്ടാവും. അമ്മ പ്രധാനമായിട്ട് ഈ പൂജകൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ബ്രഹ്മസ്ഥാനത്ത്. അപ്പം ബ്രഹ്മസ്ഥാനങ്ങളിൽ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന പൂജയാണല്ലോ. അവർക്ക് വന്നിരുന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു അവസരമാണ്. സ്വയം പൂജ ചെയ്ത് ആ ഒരു അനുഗ്രഹം ഏറ്റുവാങ്ങാനുള്ളൊരു അവസരമാണ് അമ്മ ഇതിലൂടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അമ്മയുടെ ഈ പൂജകളാണെങ്കിലും സത്സംഗങ്ങളാണെങ്കിലും ഈ ബ്രഹ്മസ്ഥാനത്തിൻ്റെ പിന്നിൽ നമ്മുടെ മനുഷ്യരുടെ ശാരീരികം, മാനസികം, അതുപോലെ സാമൂഹികം, ആത്മീയം തുടങ്ങിയ സമഗ്രമായ ഒരു ആരോഗ്യം പദ്ധതി കണക്കിലെടുത്തുകൊണ്ടാണ് അമ്മ ബ്രഹ്മസ്ഥാനങ്ങൾ തന്നെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിലൂടെ സമഗ്രമായ ഒരു ഐശ്വര്യവും അഭിവൃദ്ധിയും ജനങ്ങൾക്കും അവർക്ക് അനുഭവിക്കാനുള്ളൊരു വേദിയാണ് അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ അമ്മ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെയല്ല. ക്ഷേത്രങ്ങളിൽ പലപ്പോഴും ഈ സ്വയം ചെയ്യുന്ന പൂജകൾക്ക് അത്ര പ്രാധാന്യം കാണുന്നില്ല. അവിടെ ശാന്തിക്കാരായിരിക്കും നമ്മുടെ, പ്രത്യേകിച്ച് ഈ കേരളത്തിൽ ചെയ്യുന്നത്. പക്ഷെ അമ്മ ഇവിടെ അങ്ങനെയല്ല. അവർക്കൂടി പങ്കാളിത്തം ഉണ്ടാകുന്ന രീതിയിലുള്ള പൂജയാണ് അമ്മ ഇവിടെ പ്രധാനമായിട്ടും ആവിഷ്കരിച്ചിട്ടുള്ളത്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഈ ഒരു ദിവസത്തെ ഈ പരിപാടി നല്ല രീതിയിൽ നടക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് തന്നെയാണ്. ഇനി ഇവിടെ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ശനി ദോഷ നിവാരണ പൂജ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ രാഹു ദോഷ നിവാരണ പൂജയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം 10 മണിയോടുകൂടി സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ സത്സംഗവും ഭജനയും ഉണ്ടാകും. ഒപ്പം തന്നെ 2 മണിക്ക് ഭഗവത് നാമ സംഗീത ആർച്ചന, 4:30ക്കാണ് ശനിദോഷ ശാന്തി പൂജ നടക്കുക. അതുപോലെ നാളെയും പ്രത്യേക പൂജകൾ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ആളുകൾക്ക് നേരത്തെ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകൾക്ക് നേരിട്ട് പങ്കെടുത്തുകൊണ്ട് അനുഗ്രഹം നേടുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അത്തരം പൂജകൾക്കുമാണ് അമ്മ നേതൃത്വം നൽകുന്നത് എന്നാണ് സ്വാമിജി വ്യക്തമാക്കുന്നത്. ഇന്നും നാളെയുമായാണ് വാർഷികാഘോഷ പരിപാടികൾ ഈ ആശ്രമത്തിൽ നടക്കുന്നത്.